നമസ്കാരം. ഇപ്പോൾ RRB ഗ്രൂപ്പ് ഡി എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രീ ക്ലാസ് നമ്മളിപ്പോൾ തുടങ്ങുകയാണ്, ഒരു ഫ്രീ ക്ലാസ് സീരീസ് നമ്മൾ തുടങ്ങുകയാണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മാത്സിനകത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ വരുന്ന ടോപ്പിക്കുകളിലെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. അപ്പം റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ഇപ്പോൾ കഴിഞ്ഞ RRB ALP ടയർ 1, CBT ടയർ 1, ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമുകൾക്ക് പ്രധാനമായിട്ടും ഇത്രയും പരീക്ഷകളിൽ, അതേപോലെ തന്നെ RPF കോൺസ്റ്റബിൾ പരീക്ഷകളിലും, കോൺസ്റ്റബിൾ അല്ല RPF SI പരീക്ഷയിലും ചോദിച്ചിട്ടുള്ള റേഷ്യോ ആൻഡ് പ്രപ്പോർഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന കോൺസെപ്റ്റിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പൊ റേഷ്യോ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്പേഴ്സ് തമ്മിലുള്ള ബന്ധം കാണിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഷ്യോ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യില് കുറച്ച് ആപ്പിളും ഉണ്ട്, കുറച്ച് മാംഗോസും ഉണ്ടെന്ന് വിചാരിക്കുക. ആപ്പിളും ഉണ്ട്, അതേപോലെ തന്നെ മാംഗോസും ഉണ്ട് എന്ന് വിചാരിക്കുക. ഇതിനകത്ത് ആപ്പിളിന്റെ എണ്ണം എന്ന് പറയുന്നത് സപ്പോസ് ഒരു 20 ആപ്പിളും, അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു 12 മാങ്ങയുമുണ്ട്. അപ്പൊ എനിക്കറിയാം എൻ്റെ കയ്യിൽ 20 ആപ്പിളുണ്ട്, 12 മാങ്ങയുമുണ്ട്. ഇനി ഈ ആപ്പിളിന്റെയും ഈ കാണുന്ന മാംഗോസിന്റെയും എണ്ണത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ എങ്ങനെയാണ് റേഷ്യോ കിട്ടുന്നത്? നമുക്കറിയാം ആക്ച്വലി ആപ്പിളിന്റെ എണ്ണം 20 ഉണ്ട്, മാംഗോയുടെ എണ്ണം 12 ഉണ്ട്. പക്ഷെ നമുക്ക് ഈ നമ്പർ അല്ല, ഇതിനേക്കാൾ കുറച്ചും കൂടെ ഏറ്റവും ചെറിയ നമ്പർ ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യണം. അതിന് എന്ത് ചെയ്താൽ മതി? ഈ 20ലും 12ലും കോമൺ ആയിട്ട് 4 ഉണ്ട്, അല്ലെ? അതായത് ഈ 4 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ 5ഉം അതേപോലെ തന്നെ 3ഉം കിട്ടി. അപ്പൊ ഈ 5:3 ആണ് എന്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത്? ആപ്പിളും മാംഗോയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. എങ്ങനെയാണ് അത് കിട്ടിയത്? ആ രണ്ട് നമ്പേഴ്സിലും കോമൺ ആയിട്ട് വരുന്ന 4 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഈ 4നെ നമ്മൾ വിളിക്കുന്ന പേരാണ് HCF എന്ന് വിളിക്കും, അല്ലെ? ഏതിന്റെയൊക്കെ HCF ആണ്? 20ന്റെയും 12ന്റെയും HCF. അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ, രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ 2ൽ കൂടുതൽ നമ്പേഴ്സിനെ അവയുടെ HCF കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തോ കിട്ടുവടെ, ആ നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ നമുക്ക് കിട്ടും. ഇനി തിരിച്ച് ആ റേഷ്യോയിൽ നിന്നും തിരിച്ച് ആ നമ്പറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ആ നമ്പറിന്റെ HCF കൊണ്ട് തിരിച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, റേഷ്യോനെ HCF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ നമ്പർ കിട്ടും. അതേപോലെ തന്നെ ഒറിജിനൽ നമ്പറിനെ HCF കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? റേഷ്യോ കിട്ടും. ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ഒറിജിനൽ നമ്പറാണ്, ഒറിജിനൽ നമ്പേഴ്സ് ആണ്. ഈ കിടക്കുന്ന സാധനമാണ് എന്ത്? അവയുടെ റേഷ്യോകൾ എന്ന് പറയുന്നത്. ഇതാണ് 5:3 എന്ന് പറയുന്നതാണ് എന്ത് മക്കളെ? അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത്. ഇതാണ് സിംപിളി റേഷ്യോയുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ട് റേഷ്യോകൾ ഈക്വൽ ആയിട്ട് എഴുതുകയാണ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രപ്പോർഷൻ എന്ന് വിളിക്കും. രണ്ട് റേഷ്യോ ഈക്വൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ? പ്രപ്പോർഷൻ എന്ന് വിളിക്കും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഇത് കഴിഞ്ഞ ALPക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: there are 2 classrooms A and B. If 7 students are shifted from A to B, then B will have twice the number of students as A. If 3 students are sent from B to A, then both classrooms will have same number of students. The positive difference between number of students in 2 classes എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അതായത് മക്കളെ ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. 2 ക്ലാസ്സുകളുണ്ട്. A എന്ന് പറയുന്ന ഒരു ക്ലാസ്സുമുണ്ട്, B എന്ന് പറയുന്ന മറ്റൊരു ക്ലാസ്സുമുണ്ട്. സപ്പോസ് A എന്ന് പറയുന്ന ക്ലാസ്സിൽ X നമ്പർ ഓഫ് കുട്ടികളുണ്ട്, B എന്ന് പറയുന്ന ക്ലാസ്സിൽ Y നമ്പർ ഓഫ് കുട്ടികളുണ്ട് എന്ന് വിചാരിക്കുക. ഇനി എന്താണ് ചെയ്യുന്നത്? ഈ X എന്ന് പറയുന്ന നമ്പറുള്ള A എന്ന് പറയുന്ന ക്ലാസ്സിൽ നിന്നും ഒരു 7 കുട്ടികളെ ഞാൻ എങ്ങോട്ടേക്ക് കൊടുത്തു? B എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് മനസ്സിലായി A എന്ന് പറയുന്ന ക്ലാസ്സിൽ ഇപ്പോൾ എത്ര കുട്ടികളെ ഉള്ളൂ? ആദ്യം X കുട്ടികൾ ഉണ്ടായിരുന്നു, അതിൽ നിന്നും 7 കുട്ടികളെ എയിൽ നിന്നും ബിയിലേക്ക് മാറ്റി. അപ്പോൾ എയിൽ ഇപ്പോൾ എത്രയാണ്? 7x കുട്ടികൾ ഉണ്ടായിരുന്നെന്നും 7 പോയി, 7 - x. ഇനി ബി എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് എത്രയുണ്ട്?
ആൾറെഡി അവിടെ y ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിനകത്തിൽ ഒരു 7 പേരും കൂടെ വന്നു ചേർന്നല്ലേ, അപ്പം y+7. അപ്പം ഇത് A എന്ന് പറയുന്ന ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം, ഇത് B എന്ന് പറയുന്ന ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം, അവ തമ്മിലുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? അങ്ങനെയാണ് എങ്കിൽ then A will have twice the number of students as A. എയിൽ എത്ര കുട്ടികളുണ്ടോ അതിന്റെ ഇരട്ടി കുട്ടികൾ എവിടെയുണ്ടേ? ബിയിലുണ്ട്. അതായത് എയിൽ ഒരു കുട്ടിയാണ് എങ്കിൽ ഇപ്പോൾ ബിയിൽ എത്ര കുട്ടിയുണ്ട്? 2 കുട്ടിയുണ്ട്. ദാറ്റ് മീൻസ് എയിലെയും ബിയിലെയും കുട്ടികളുടെ എണ്ണത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1:2 അല്ലെങ്കിൽ 1/2 ആണ്. ഇതിൽ നിന്നും ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കൊണ്ട് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x - 7 which is equal to എത്ര കിട്ടൂടാ? y+7 എന്ന് കിട്ടും. ഈ y ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പൊ എത്രയാണ്? x - y is equal to +-7 അപ്പുറത്തേക്ക് പോകുമ്പോൾ +7, 7 + 7 14. ഇതിനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിന് പകരം 3 കുട്ടികളെ ബിയിൽ നിന്നും 3 കുട്ടികളെ എയിലേക്ക് വിട്ട് കഴിഞ്ഞാൽ 2 ക്ലാസ് റൂമിലും എത്ര നമ്പർ ഉണ്ട്? ഒരേ നമ്പർ ഓഫ് കുട്ടികളാണ് ഉണ്ടാകുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. ഇവിടെ എ ഉണ്ട്, അതേപോലെ തന്നെ ബി ഉണ്ട്. ബിയിൽ ഇപ്പം മൊത്തം y കുട്ടികളുണ്ട്. അതിൽ നിന്നും ഒരു 3 കുട്ടികളെ ഞാൻ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്താ? എയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അതായത് ബിയിൽ y കുട്ടികൾ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് 3 പേരെ ഞാൻ എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എത്ര കുട്ടികൾ മാത്രമാണ് ബാക്കി വരുന്നത്? y-3. എന്നാൽ എ എന്ന് പറയുന്ന ക്ലാസ്സിലോ ഓൾറെഡി x ഉണ്ടായിരുന്നു, അതിനകത്തിലേക്ക് 3 കുട്ടികളും കൂടെ വന്നു. അങ്ങനെ വന്നപ്പോൾ ഈ 2 ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം സമമായി. അപ്പം സമമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ എത്രയാടാ? 1:1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടൂടാ? x+3 is equal to y-3 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ x - y is equal to ഈ 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ -3 എന്ന് പറഞ്ഞാൽ -6. ഇക്വേഷൻ നമ്പർ 2 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ 2 ഇക്വേഷനുകളാണ് നമുക്കുള്ളത്. 2x - y is equal to 14 എന്ന് പറയുന്ന ഇക്വേഷൻ, x - y is equal to -6 എന്ന് പറയുന്ന ഇക്വേഷൻ. മക്കളേതാ ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒറ്റ കാര്യം മാത്രമാണ് നമുക്ക് ഇതിനകത്തു നിന്നും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ക്ലാസ് റൂമിലെയും കുട്ടികളുടെ ഡിഫറൻസ് എത്രയാണ് എന്നാണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത്. ഈ ഓപ്ഷനകത്ത് എഴുതിയിരിക്കുന്നതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഓപ്ഷൻ എഴുതിയിരിക്കുന്നതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇവ തമ്മിലുള്ള ഈ ക്ലാസ്സിലെ കുട്ടികളുടെ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിന് ആദ്യം എന്ത് വേണം? ഈ എക്സിന്റെയും വൈയുടെയും ഡിഫറൻസ് നമുക്ക് വേണം. പോസിറ്റീവ് ഡിഫറൻസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഈ 2 ക്ലാസ് റൂമിലെയും കുട്ടികളുടെ എണ്ണം തമ്മിലുള്ള പോസിറ്റീവ് ഡിഫറൻസ് ആണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് നെഗറ്റീവ് ആണ് അല്ലെ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം എക്സ് കണ്ടുപിടിക്കണം, പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വൈ കണ്ടുപിടിക്കണം. മക്കളേതാ ഇവിടെ നോക്കുക. 2x - y is equal to 14. ഇവിടെ x - y. ഈ y നമുക്ക് ഒറ്റയടിക്കാൻ എലിമിനേറ്റ് ചെയ്യാം അല്ലെ. എങ്ങനെയാ? ഇതിൽ നിന്നും ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്യുമ്പോൾ 1ൽ നിന്നും ഞാൻ 2 മൈനസ് ചെയ്തപ്പോൾ 2xൽ നിന്നും ഈ x പോകുന്നു. x -yൽ നിന്നും -y പോകുമ്പോൾ 0. 14ൽ നിന്നും -6 പോകുന്നു. 14 - -6 അതായത് 14 + 6 എന്ന് കിട്ടും 20. അപ്പം എക്സിന്റെ വാല്യൂ എത്ര കിട്ടിയടാ? 20 എന്ന് കിട്ടി. ഇനി വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ ഇക്വേഷനിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര വരും മക്കളെ? 20 + 6 which is equal to 26. സോ ദ ഡിഫറൻസ് എടുക്കുമ്പോൾ y - x is equal to 26 - 20 which is equal to 6 എന്ന് കിട്ടും. ഓപ്ഷനകത്തിൽ ഇല്ല, ഓപ്ഷനിൽ തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? 6 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത് ഞാൻ ഈ സ്റ്റെപ്പ് എഴുതി തന്നെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്റ്റെപ്പ് ഞാൻ എഴുതി തന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് താണ്ട ഈ ഒരു സ്റ്റെപ്പിൽ നിന്നും തന്നെ ഇവിടെ -6 കിട്ടുമ്പോൾ എന്ത് ചെയ്യുക? നേരെ അങ്ങ് +6 എടുത്താൽ മതി. അപ്പൊ ഇതാണ് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ മക്കളേതാ ഇവിടെ ശ്രദ്ധിച്ചേ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഒരു ടെക്സ്റ്റ് ബുക്കിൽ മൊത്തം 662 പേജുകളാണ് ഉള്ളത്. അതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. സെക്കൻഡ് പാർട്ടില് ഫസ്റ്റ് പാർട്ടിനേക്കാൾ 52 പേജുകൾ കുറവാണ്. അങ്ങനെയാണ് എങ്കിൽ ഹൗ മെനി പേജസ് ആർ ദെയർ ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ബുക്ക്? ആദ്യത്തെ പാർട്ടിൽ എത്ര പേജുകൾ ഉണ്ട് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. മക്കളേതാ ഇവിടെ ശ്രദ്ധിച്ചേ. ഒരു ബുക്കിൽ മൊത്തം 662 പേജുകളുണ്ട്.
ഈ ബുക്കിന് 2 ഭാഗങ്ങളാണുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ എക്സ് നമ്പർ ഓഫ് പേജസും സെക്കൻഡ് പാർട്ടിൽ വൈ നമ്പർ ഓഫ് പേജസും ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ മക്കളെ നമുക്കറിയാം മൊത്തം പേജുകളുടെ എണ്ണം എങ്ങനെയാ? ഫസ്റ്റ് പാർട്ടിലെ എക്സ് പേജുകൾ, സെക്കൻഡ് പാർട്ടിലെ വൈ പേജുകൾ രണ്ടും കൂടെ കൂട്ടിയാൽ 662 എന്ന് നമുക്ക് കിട്ടും. അതിനെ ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുന്നു. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ പാർട്ട് രണ്ടാമത്തെ പാർട്ട് ആദ്യത്തെ പാർട്ടിനേക്കാൾ 52 പേജുകൾ കുറവാണ്. അതായത് ആദ്യ പാർട്ടായ എക്സും രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള വൈയും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 52 കിട്ടുന്നു എന്നർത്ഥം. അതിനെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എഴുതി. എങ്ങനെയാ? ആദ്യത്തെ പാർട്ടിന് രണ്ടാമത്തെ പാർട്ടിന് ആദ്യത്തെ പാർട്ടിനേക്കാൾ 52 പേജ് കുറവാണ്. അതായത് ആദ്യത്തെ പാർട്ടും രണ്ടാമത്തെ പാർട്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുവടേ? 52 കിട്ടുമെന്നർത്ഥം. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ആദ്യത്തെ പാർട്ടിൽ എത്ര ഭാഗങ്ങളുണ്ട്? ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ആണല്ലേ. നമുക്ക് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് എലിമിനേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഈസി ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് വൈ ആണ്. കാരണം ഇവിടെ പ്ലസും ഇവിടെ മൈനസും. അപ്പം ഒരേ വേരിയബിൾസ് സെയിം കോയിഫിഷ്യന്റ് പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള സൈൻസ് വന്നു കഴിഞ്ഞാൽ എലിമിനേറ്റ് ചെയ്യാൻ 2 ഗുണം കൂട്ടിയാൽ മതി. ഇക്വേഷൻ അപ്പൊ എന്ത് ചെയ്യുക? ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 ചെയ്യുമ്പോൾ എക്സും എക്സും കൂടെ കൂട്ടുമ്പോൾ 2x, വൈയും മൈനസ് വൈയും കൂടെ കൂട്ടുമ്പോൾ 0, 662 52 കൂടെ കൂട്ടുമ്പോൾ ഇവിടെ 4, ഇവിടെ 1, 714 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 714 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 387 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ എ ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഏജസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ ഏജസ് ഓഫ് അനിത ആൻഡ് സുനിത ഡിഫർ ബൈ 30 ഇയേഴ്സ്. അനിതയും സുനിതയും തമ്മിലുള്ള ഏജിന്റെ ഡിഫറൻസ് 30 കൊല്ലമാണ്. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് അനിത വാസ് 3 times ആസ് ഓൾഡ് ആസ് സുനിത. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് അനിത സുനിതയേക്കാൾ 3 വയസ്സിന് ഇളയതായി 3 വയസ്സിന് എന്തായിരുന്നു? മൂത്തതായിരുന്നു. അനിത സുനിതയേക്കാൾ 3 വയസ്സിന് മൂത്തതായിരുന്നു. അങ്ങനെയാണ് എങ്കിൽ 3 മടങ്ങ് 3 വയസ്സെന്നല്ല 3 മടങ്ങ് ഓൾഡ് ആയിരുന്നു. അങ്ങനെയാണ് എങ്കിൽ പ്രസന്റ് ഏജ് ഓഫ് സുനിതയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. മക്കളേതാ ഇവിടെ ചോദിക്കുക. അനിതയുമുണ്ട്, അതേപോലെ തന്നെ സുനിതയുമുണ്ട്. അവരുടെ ഇപ്പോഴത്തെ ഏജസ് എക്സും വൈയുമാണ് എന്ന് വിചാരിക്കുക. ഇവർ തമ്മിലുള്ള ഏജിന്റെ സം എന്ന് പറയുന്നത് 30 വയസ്സ്. സം അല്ല നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? തമ്മിലുള്ള ഏജിന്റെ ഡിഫറൻസ്. ഓക്കെ, അതായത് അനിതയുടെ ഏജ് എക്സും സുനിതയുടെ ഏജും വൈ ആണെങ്കിൽ ഇവ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എക്സ് മൈനസ് വൈ 30 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ ഏജസ് എത്രയാണ്? 30 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഒരു 5 കൊല്ലം മുമ്പുള്ള കേസാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. 5 കൊല്ലം മുമ്പ് അനിത വാസ് 3 times ആസ് ഓൾഡ് ആസ് സുനിത. അതായത് 5 കൊല്ലങ്ങൾക്ക് മുമ്പ് അനിതയുടെ ഏജ് എത്രയാണോ സുനിതയുടെ ഏജ് എത്രയാണോ അതിന്റെ 3 മടങ്ങായിരുന്നു അനിതയുടെ ഏജ്. അനിത വാസ് 3 times ആസ് ഓൾഡ് ആസ് സുനിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിതയുടെ ഏജ് എത്രയാണോ അതിന്റെ 3 മടങ്ങായിരുന്നു അനിതയുടെ ഏജ്. അതായത് ഇത്രയേ ഉള്ളൂ. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് സുനിതയുടെ ഏജ് 1 ആയിരുന്നുവെങ്കിൽ അതിന്റെ 3 മടങ്ങായിരുന്നു അനിതയുടെ ഏജ് 3:1. നമ്മളേതാ ഇവിടെ ശ്രദ്ധിക്കുക. 2 റേഷ്യോസ് ഉണ്ട്. ആ റേഷ്യോസ് തമ്മിലുള്ള സം എടുത്തു കഴിഞ്ഞാൽ 2 നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോ, ആ 2 നമ്പേഴ്സ് തമ്മിലുള്ള റേഷ്യോയുടെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിന്റെ റേഷ്യോ കിട്ടും? സമ്മിന്റെ റേഷ്യോ കിട്ടും. ആ നമ്പേഴ്സിന്റെ സമ്മിന്റെ റേഷ്യോ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ 2 നമ്പേഴ്സ് നേരത്തെ എടുത്തതുപോലെ 20:12. സോ റേഷ്യോ എത്രയാണ്? അത് 5:3 ആണല്ലേ. നമുക്കറിയാം ഈ 2 നമ്പേഴ്സിന്റെയും കൂടെ സം എന്ന് പറയുന്നത് 32. ഈ റേഷ്യോസിന്റെ സം എടുക്കുമ്പോൾ അതെത്രയാണ്? 8 അല്ലേ. അതായത് 5 എന്ന് പറയുന്നത് 20ന്റെ റേഷ്യോ ആണ്,
3 എന്ന് പറയുന്നത് 12ന്റെ റേഷ്യോ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ സമ്മായിട്ടുള്ള 8 എന്ന് പറയുന്നത് എന്തിന്റെ റേഷ്യോ ആണ്? നമ്പറിന്റെ സമ്മായിട്ടുള്ള 32ന്റെ റേഷ്യോ ആണ്. അതായത് 8 റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 എന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഡിഫറൻസ് 20ൽ നിന്ന് 12 കുറയ്ക്കാൻ നേരത്ത് 8. ഈ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2. ഈ 2 എന്ന് പറയുന്നത് എന്തിന്റെ റേഷ്യോ ആണ്? ഈ 8ന്റെ റേഷ്യോ ആണ്. അതായത് 2 നമ്പേഴ്സിന്റെ സമ്മ് തന്നു കഴിഞ്ഞാൽ, 2 നമ്പേഴ്സിന്റെ റേഷ്യോയുടെ സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പേഴ്സിന്റെ സമ്മിന്റെ റേഷ്യോ ആണ്. ഇത് 2 നമ്പേഴ്സിന്റെ ഡിഫറൻസിന്റെ റേഷ്യോയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന്റെ റേഷ്യോ ആണ്? ആ 2 നമ്പേഴ്സിന്റെയും ഡിഫറൻസിന്റെ റേഷ്യോ ആണ്. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മക്കളെ, അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചേ, അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ചോദ്യം ഇതാണ്: 5 കൊല്ലങ്ങൾക്ക് മുമ്പ് അനിത സുനിതയുടെ 3 മടങ്ങായിരുന്നു. അപ്പം സുനിതയുടെ ഏജ് 5 കൊല്ലങ്ങൾക്ക് മുമ്പ് 1 ആണ് എങ്കിൽ സുനിതയുടെ 1 ആണ് എങ്കിൽ അനിതയുടെ 3 ആണ്. ദാറ്റ് മീൻസ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 2 റേഷ്യോ എന്ന് കിട്ടും. ഈ 2 റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവർ തമ്മിലുള്ള, അനിതയും സുനിതയും തമ്മിലുള്ള ഏജ് ഡിഫറൻസിന്റെ റേഷ്യോ ആണ് 2. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നോക്കേ, ഇപ്പോൾ അനിതയും സുനിതയും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് 30 ആണ്. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് അനിതയ്ക്ക് 5 കൊല്ലം ബാക്കിലോട്ട് പോകും, സുനിതയ്ക്ക് 5 കൊല്ലം ബാക്കിലോട്ട് പോകും. ഇൻ എഫക്റ്റ് എത്രയാണ് ഈ 2 പേർക്കും കൂടി? മൊത്തത്തിൽ ഒരു 10 കൊല്ലത്തിന്റെ ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് 5 കൊല്ലങ്ങൾക്ക് മുമ്പ് 2 പേരുടെയും കൂടെ മൊത്തം ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 20. അതായത് 1 റേഷ്യോയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 10. 2 റേഷ്യോയുടെ വാല്യൂ 20, 1 റേഷ്യോയുടെ വാല്യൂ 10. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് സുനിതയുടെ ഇപ്പോഴത്തെ ഏജ്. സുനിതയുടെ ഇപ്പോഴത്തെ ഏജ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, സുനിതയുടെ ഇപ്പോഴത്തെ ഏജ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ, ഇതിനകത്ത് 5 കൊല്ലങ്ങൾക്ക് മുമ്പ് അനിതയും സുനിതയും തമ്മിലുള്ള ഏജിന്റെ ഡിഫറൻസ് എത്രയാണ്? 2 ആണ് അല്ലെ? ആ 2 എന്ന് പറയുന്നത് 5 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള അവയുടെ ഏജിന്റെ ഡിഫറൻസ് ആണ്. അത് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? അതിന്റെ ആക്ച്വൽ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ തമ്മിലുള്ള ഏജസിന്റെ ഡിഫറൻസ് 30 ആണ്. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് അപ്പം ഓരോരുത്തർക്കും 5 വയസ്സ് കുറവായിട്ടാണ്. അപ്പൊ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ മൊത്തത്തിൽ എത്രയാടാ? 10 കൊല്ലത്തിന്റെ ഡിഫറൻസ് ആണ് 2 പേർക്കും കൂടെ. അങ്ങനെ മൊത്തം ഏജ് കണ്ടുപിടിക്കാൻ അവരുടെ ഇപ്പോഴത്തെ ഏജിന്റെ ഡിഫറൻസ് ആയ 30ന്റെ കൂടെ നമ്മൾ 10ഉം കൂടെ ആഡ് ചെയ്യുന്നു, 40. അപ്പൊ 1 റേഷ്യോയുടെ വാല്യൂ എത്രയാടാ? 20 എന്ന് കിട്ടും. ചോദിച്ചിരിക്കുന്നത് സുനിതയുടെ ഇപ്പോഴത്തെ ഏജ്. 5 കൊല്ലങ്ങൾക്ക് മുമ്പ് സുനിതയുടെ ഏജസിന്റെ റേഷ്യോ 3:1. 1 റേഷ്യോയുടെ വാല്യൂ 20 കിട്ടി. ദാറ്റ് മീൻസ് സുനിതയുടെ 5 കൊല്ലം മുമ്പിലുള്ള വയസ്സ് 20. അങ്ങനെയാണ് എങ്കിൽ ഇപ്പോഴത്തെ ഏജ് കണ്ടുപിടിക്കാൻ അതിന്റെ കൂടെ 5ഉം കൂടെ കൂട്ടുക, 25 കൊല്ലം എന്ന് കിട്ടും. സോ 25 ഇയേഴ്സ്. ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ നമ്പർ ബി ആണ് അതിനകത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം. അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: 9:x is equal is to 16.8. 9.6 is to 16.8 is equal to 18 is to x. ഇതിന്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. മക്കളെ, ഇതിന്റെ അർത്ഥം എന്താ? ഇത്രയേ ഉള്ളൂ. 9.6 is to 16.8 എന്ന് പറഞ്ഞാൽ 9.6 divided by 16.8. അതിന്റെ വാല്യൂ എത്രയാണ്? 18/x ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മളത് ചോദിച്ചിരിക്കുന്നത് എക്സിന്റെ വാല്യൂ എത്രയാണ് എന്നാണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത് അല്ലെ? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 18 അതേപോലെ തന്നെ ഉണ്ട്, 16.8 അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക, ഡിവൈഡഡ് ബൈ 9.6 നമ്മളിതാ ഇവിടെ എടുത്തങ്ങ് എഴുതി. ഓക്കെ, 9.6 നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എടുത്ത് എഴുതി. ഇനി മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, ഈ പോയിന്റ് നമുക്ക് മൊത്തത്തിൽ അങ്ങ് മാറ്റാം അല്ലെ? കാരണം മുകളിലും താഴെയും ഓരോ പോയിന്റ് ആയതുകൊണ്ട് പോയിന്റ് മൊത്തത്തിൽ മാറ്റാം. അതായത് അതുകൊണ്ട് 18 × 168 ഡിവൈഡഡ് ബൈ 96.
ഇനി നമുക്ക് ഏത് വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും? നമുക്കൊരു 8 വെച്ച് ക്യാൻസൽ ചെയ്തിട്ട് കളയാം അല്ലെ. 8 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ദാ ഇവിടെ 12, 8 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ദാ ഇവിടെ 21. ഇനി നമുക്കൊരു 6 വെച്ച് ക്യാൻസൽ ചെയ്യാം. ദാ ഇവിടെ 3, ഒരു 6 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 2, ദാ ഇവിടെ എത്രയാടേ 3, which is equal to 63 divided by 2 എന്ന് കിട്ടും, which is equal to 31.5. that is option number D ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ D ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ മക്കളെ ഇവിടെ ശ്രദ്ധിച്ചേ, അടുത്ത ക്വസ്റ്റ്യൻ ഏജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. The present ages of 3 persons are in the ratio 4:5:6. 3 പേരുടെ ഏജസിന്റെ റേഷ്യോ 4:5:6 എന്നാണ്. 8 കൊല്ലങ്ങൾക്ക് മുമ്പ് അവയുടെ ഏജസിന്റെ സം എന്ന് പറയുന്നത് 51. അങ്ങനെയാണ് എങ്കിൽ ഫൈൻഡ് ദ പ്രസന്റ് ഏജ് ഓഫ് എൽഡസ്റ്റ് പേഴ്സൺ, അതായത് ഏറ്റവും വയസ്സ് കൂടിയ ആളുടെ ഏജ്, ഇപ്പോഴത്തെ പ്രസന്റ് ഏജ് എത്രയാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇതാ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. 3 ആൾക്കാരുണ്ട്. 3 ആൾക്കാര്, അവരെ നമുക്ക് A, B, C എന്ന് വിളിക്കാം. അവരുടെ ഇപ്പോഴത്തെ വയസ്സിന്റെ റേഷ്യോ 4:5:6 എന്നങ്ങനെയാണ്. പിന്നെ പറയുന്നുണ്ട് ഒരു 8 കൊല്ലങ്ങൾക്ക് മുമ്പ് അവയുടെ ഏജസിന്റെ സം എന്ന് പറയുന്നത് 51. അങ്ങനെയാണ് എങ്കിൽ അറ്റ് പ്രസന്റ്, അതായത് 8 കൊല്ലങ്ങൾക്കിപ്പുറം, അറ്റ് പ്രസന്റ് 8 കൊല്ലങ്ങൾക്കിപ്പുറം അവരുടെ ഏജസിന്റെ സം നമുക്ക് എങ്ങനെ എഴുതാം? 8 കൊല്ലങ്ങൾക്ക് മുമ്പ് 51 വയസ്സായിരുന്നു അവയുടെ ഏജസിന്റെ സം. അങ്ങനെയാണെങ്കിൽ 8 കൊല്ലങ്ങൾക്കിപ്പുറം ഓരോ ആൾക്കും 8 വയസ്സ് വീതം, അങ്ങനെ മൊത്തം 3 ആൾക്കാർ. അപ്പോൾ എത്ര വരുവാ? 51 പ്ലസ് ഓരോ ആൾക്കാർക്കും 8 വയസ്സ് വീതമാണ് കൂടുന്നത്. അങ്ങനെ മൊത്തം 24 വയസ്സ് കൂടി, അങ്ങനെ മൊത്തം ഇപ്പോൾ ഏജിന്റെ സം എത്രയാണ്? 75 ആണ്. ഈ 75 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോഴത്തെ ഏജിന്റെ ടോട്ടൽ സമ്മാണ്. ഇപ്പോഴത്തെ ഏജിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 4:5:6. അവയുടെ ആ റേഷ്യോസിന്റെ സം എടുക്കുന്നു. എത്ര കിട്ടും? 15 റേഷ്യോ എന്ന് കിട്ടും. ഈ 15 എന്ന് പറയുന്നത് എന്തിന്റെ റേഷ്യോ? എന്താണ്? ഈ ഏജസിന്റെ സമ്മാണ്, ഏജസിന്റെ റേഷ്യോസിന്റെ സമ്മാണ് 15 റേഷ്യോ. അതിന്റെ ആക്ച്വൽ വാല്യൂ എന്താ? ഏജസിന്റെ ഇപ്പോഴത്തെ സം, അതായത് 75. അങ്ങനെയാണെങ്കിൽ 1 റേഷ്യോയുടെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ് 1 റേഷ്യോയുടെ വാല്യൂ കിട്ടിയത്? 5 എന്ന് കിട്ടി. നമ്മളത് ചോദിച്ചിരിക്കുന്നത് അതിനകത്തിലെ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള ആൾ, അതായത് ഏറ്റവും പ്രായം കൂടിയ ആൾ. പ്രായം കൂടിയ ആൾക്ക് കൂടിയ റേഷ്യോ. ഇവിടെ നോക്കുക, ഏറ്റവും കൂടിയ റേഷ്യോ 6 റേഷ്യോ. അതാർക്കാണ്? സിക്കാണ്. അപ്പം സി ആണ് ഏറ്റവും എൽഡസ്റ്റ്. അയാളുടെ ഏജിന്റെ റേഷ്യോ 6 റേഷ്യോ. 1 റേഷ്യോയുടെ വാല്യൂ 5 ഇയേഴ്സ് അല്ലെ. അങ്ങനെയാണ് എങ്കിൽ ഏറ്റവും പ്രായം കൂടിയ ആളുടെ വയസ്സ് എത്രയാടാ? ഇപ്പോൾ 30 വയസ്സ് എന്ന് കിട്ടും. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? അത് 30 വയസ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ an amount is divided between 2 friends in the ratio 4:7. If the second part is 6 more than the first, what is the difference in amount between 2 friends? അതായത് ഏതോ ഒരു എമൗണ്ട് നമ്മൾ 2 കൂട്ടുകാരുണ്ടേ, ആ കൂട്ടുകാരെ നമുക്ക് എ എന്നും ബി എന്നും വിളിക്കാം. ഇവന്മാർക്കിടയിൽ ഏതോ ഒരു സം, ഏതോ ഒരു എമൗണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഏത് റേഷ്യോയിലും? 4:7. അങ്ങനെ കൊടുത്തപ്പോൾ
രണ്ടാമന് കിട്ടിയത് ഒന്നാമന് കിട്ടിയതിനേക്കാൾ 6 രൂപ കൂടുതലാണ്. ദാറ്റ് മീൻസ് യവന്മാർക്ക് കിട്ടിയതിന്റെ ഡിഫറൻസ് എടുത്തപ്പോൾ എന്താണ്, യവന്മാർക്ക് കിട്ടിയതിന്റെ ഡിഫറൻസ് എടുത്തപ്പോൾ ഇഫ് ദ സെക്കൻഡ് പാർട്ടി 6 മോർ ദാൻ ദ ഫസ്റ്റ്, അതായത് ആദ്യം കിട്ടിയവനേക്കാൾ രണ്ടാമത് കിട്ടിയവൻ 6 രൂപ കൂടുതലാണെങ്കിൽ നമ്മളത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ദ ഡിഫറൻസ് ഇൻ എമൗണ്ട് ബിറ്റ്വീൻ ടു ഫണ്ട്സ്. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ആദ്യം കിട്ടിയവന് ആദ്യ പാർട്ടിനേക്കാൾ 6 കൂടുതലാണ് രണ്ടാമത്തെ പാർട്ട് നമുക്ക് തന്നു. അതിന്റെ അർത്ഥം എന്തുവാടേ, ആദ്യം കിട്ടിയവനേക്കാൾ 6 രൂപ കൂടുതൽ കിട്ടി. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല, ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് എടുത്ത് എഴുതാവുന്നേ ഉള്ളൂ. 6 ആണ് അവിടുത്തെ ഉത്തരം. എത്രയാണ്? 6 ആണ് അവിടുത്തെ ഉത്തരം. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 25:x, അതായത് 2 കുത്ത് x:36. അങ്ങനെയാണ് എങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആണ്. എന്തുവാണ് ഇതിന്റെ അർത്ഥം എന്താ? 25:x എന്ന് പറഞ്ഞാൽ 25/x. ഈ സിമ്പിളിന്റെ അർത്ഥം എന്താ? ഒരു ഇസ് ഈക്വൽ ടു, പിന്നെ x:36 എന്ന് പറഞ്ഞാൽ x/36. ഇനി എന്ത് ചെയ്യുക? പരസ്പരം അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. x × x x² which is equal to 25 × 36. ഒന്നും ചെയ്യണ്ട, അതേപോലെ തന്നെ അവിടെ കിടന്നോട്ടെ. കണ്ടുപിടിക്കേണ്ടത് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു അങ്ങ് റൂട്ട് എടുക്കുക. കാരണം x² വാല്യൂ ആണ് താണ്ട് ഇവിടെ കിടക്കുന്ന 25 × 36. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് റൂട്ട് എടുക്കുക 25 × 36. 25ന്റെ റൂട്ട് 5, 36ന്റെ റൂട്ട് 6 വിച്ച് ഈസ് ഈക്വൽ ടു 30 എന്ന് നമുക്ക് കിട്ടും. ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 30. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ആവറേജ് പ്രൈസ് ഓഫ് 3 items ഓഫ് ഫർണിച്ചർ ഈസ് 16,440. 16,440 രൂപയെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് 3 സാധനങ്ങളുടെ ആവറേജ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 16,440 രൂപയാണ്. അങ്ങനെയാണ് എങ്കിൽ അവയുടെ പ്രൈസിന്റെ റേഷ്യോ 3:5:7 ആണ് എങ്കിൽ നമ്മളത് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ചീപ്പസ്റ്റ് ഐറ്റം. ചീപ്പസ്റ്റ് ഐറ്റത്തിന്റെ, ഏറ്റവും വില കുറഞ്ഞ ഐറ്റത്തിന്റെ വില എത്രയാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ സാധനം. അതായത് 3 സാധനങ്ങൾ, എക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, വൈ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഇസഡ് എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലെ. ഇവയുടെ റേഷ്യോ എന്ന് പറയുന്നത്, അവയുടെ എന്താണ് പ്രൈസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:5:7 ആണ്. അങ്ങനെയാണ് എങ്കിൽ അതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ആ HCF കോൺസെപ്റ്റ് എടുക്കുമ്പോൾ, സപ്പോസ് യഥാർത്ഥ അവയുടെ പ്രൈസിന്റെ HCF എന്ന് പറയുന്നത് കെ ആണ് എന്ന് എടുത്തു കഴിഞ്ഞാൽ 3നെ HCF ആയ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 5നെ HCF ആയിട്ടുള്ള കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 7നെ HCF ആയിട്ടുള്ള കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3:5:7 എന്ന് കിട്ടും. 3K, 5K, 7K. എന്തുവാ 3K എന്ന് പറയുന്നത്? ഒറിജിനൽ പ്രൈസ് ഓഫ് എക്സ്. 5K എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രൈസ് ഓഫ് വൈ. Z K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7K എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പ്രൈസ് ഓഫ് Z. ഇനി പറയുന്നുണ്ട് ഇവയുടെ ആവറേജ് എന്ന് പറയുന്നത് 16,440. എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുന്നത്? ആദ്യത്തെ വില 3K, രണ്ടാമത്തെ വില 5K, മൂന്നാമത്തെ വില 7K, എല്ലാം കൂടെ കൂട്ടുക. മൊത്തം 3 നമ്പർ ഉള്ളതുകൊണ്ട് ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടൂടാ? 16,440 എന്ന് കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 3 + 7 + 5 15, 15 ഡിവൈഡഡ് ബൈ 3 5K എന്ന് പറയുന്നത് 16,440. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ 16,440 ഡിവൈഡഡ് ബൈ 5. അപ്പൊ 16,440 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ 3s are 15, 1 4, 2s are 10, 4 4, 8s are 40, 4 0, 8s are 40 അല്ലെ. 3 2 8 8 എന്ന് പറയും. നമ്മളത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. എന്താ ഏറ്റവും വില കുറഞ്ഞ സാധനത്തിന്റെ വില എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഏറ്റവും വില കുറഞ്ഞെന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അതിന്റെ വാല്യൂ എത്രയാ? 3K ആണ്. അപ്പം
3 ഇൻറ്റു കെയുടെ വാല്യൂ 3288 തന്നിട്ടുണ്ട് അല്ലേ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? 9864 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വേണമെങ്കിൽ നമുക്കിത് 1:1 കോൺസെപ്റ്റ് എടുത്ത് നമുക്ക് താണ്ട് ഈ ഒരു സാധനം നമുക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ആ 1:1 കോൺസെപ്റ്റ് എടുത്ത് ചെയ്യുന്നത്? ഇത്രയും ആളും 1:1 കോൺസെപ്റ്റ് എടുക്കുന്നത് സിമ്പിൾ ആണ്. അതായത് കെ ഇല്ലാതെ ഇത്രയും സ്റ്റെപ്സ് ഒന്നും എഴുതാതെ തന്നെ 1Kയുടെ കോൺസെപ്റ്റ് എടുത്തും നമുക്ക് ചെയ്യാം. അതിന്റെ ആ കോൺസെപ്റ്റ് കൂടെ ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞതുപോലെ വസ്തുക്കൾ XYZ വില എന്ന് പറയുന്നത് 3:5:7 ആണ് അല്ലെ. ഇനി അവയുടെ ആവറേജ് എന്ന് പറയുന്നത് 16,440 ആണ്. ഫസ്റ്റ് സാധനത്തിന്റെ റേഷ്യോ 3, സെക്കൻഡ് സാധനത്തിന്റെ റേഷ്യോ 5, മൂന്നാം സാധനത്തിന്റെ റേഷ്യോ വില റേഷ്യോ 7. ഇവയുടെ ആവറേജ് ആണ് തന്നേക്കുന്നത്. ആക്ച്വൽ സമ്മിന്റെ ആവറേജ് ആണ്, ആക്ച്വൽ വിലയുടെ ആവറേജ് ആണ് 16,440 ആയിട്ട് തന്നേക്കുന്നത്. എടാ ഇതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഈ 3 റേഷ്യോയും കൂടെ അങ്ങ് കൂട്ടുക. ആവറേജ് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 3. ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 15 ഡിവൈഡഡ് ബൈ 3 = 5 കിട്ടും. ഇത് എന്തിന്റെ റേഷ്യോ ആണ്? അവയുടെ ആവറേജ് പ്രൈസ് ആയിട്ടുള്ള 16,440ന്റെ റേഷ്യോ ആണ് 5 റേഷ്യോ. അങ്ങനെയാണെങ്കിൽ 1 റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 16,440 ഡിവൈഡഡ് ബൈ 5. അത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 3,288. അതായത് ഇവിടെ 1 റേഷ്യോ എന്ന് എടുത്തു, ഇവിടെ നമ്മൾ നേരത്തെ കെ എടുത്തില്ലേ, അതേ കോൺസെപ്റ്റ് ആണ് ഇവിടെ 1 റേഷ്യോടെ ഓർത്തു. നമ്മളത് ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ സാധനത്തിന്റെ ഏറ്റവും ചീപ്പസ്റ്റ് പ്രൈസ്. ഏറ്റവും ചീപ്പസ്റ്റ് ഏതാണ്? എക്സിന്. അത് എത്ര റേഷ്യോ ആണ്? 3 റേഷ്യോ. 3 റേഷ്യോയുടെ ആക്ച്വൽ വാല്യൂ കണ്ടുപിടിക്കാൻ 3 ഇൻറ്റു 1 റേഷ്യോയുടെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3288. അപ്പൊ എത്ര കിട്ടൂടെ? 3288 ഇൻറ്റു 3 9864 എന്ന് കിട്ടും. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് പ്രോഫിറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. എ, ബി, സി ഇവര് 3 പേരും ഒരു സമ്മ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റേഷ്യോ എങ്ങനെയാണ്? 76, 37, 52. മൊത്തം അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 38,50 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. എന്തുവാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ഓഫ് ബി ആൻഡ് സി? ബിയും സിയും തമ്മിലുള്ള ഷെയറിന്റെ റേഷ്യോ എത്രയാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർ ഓഫ് ബി ആൻഡ് സി? മക്കളെ നമുക്കറിയാം മൊത്തം 3 ആൾക്കാരുണ്ട് അല്ലെ. ആരൊക്കെയാണ്? എയും ബിയും സിയും അല്ലെ. അവയുടെ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അവയുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ 76:37:52. അവരുടെ മൊത്തം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 38,50 ആണ്. നമുക്കറിയാം ഈ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏത് റേഷ്യോയിലാണോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, നമുക്ക് പ്രത്യേകിച്ച് സമയമൊന്നും തന്നിട്ടില്ല എങ്കിൽ, അതായത് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഇത്ര കൊല്ലത്തേക്കാണെന്നൊന്ന ടൈം ഒന്നും തന്നിട്ടില്ല എങ്കിൽ, ഏത് റേഷ്യോയിലാണോ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ റേഷ്യോയിൽ തന്നെയായിരിക്കും അവരുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. സോ നമ്മളത് ചോദിച്ചിരിക്കുന്നത് ഈ 3,850 രൂപ ഈ 3 ആൾക്കാരിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ബിക്കും സിക്കും കിട്ടുന്ന എന്താണ് മക്കളെ? ബിക്കും സിക്കും തമ്മിൽ കിട്ടുന്ന ആ ഒരു എമൗണ്ടിന്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ബിക്കും സിക്കും ഇടയിൽ ഡിവൈഡ് ചെയ്യുന്ന എമൗണ്ടിന്റെ ഡിഫറൻസ് ആണ്. അതിനാദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയുടെ റേഷ്യോയുടെ ഡിഫറൻസ് അങ്ങ് എടുക്കുക. ബിയുടെയും സിയുടെയും റേഷ്യോയുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 52 മൈനസ് 37 എത്ര കിട്ടും? 52 മൈനസ് 37 15 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ 15 റേഷ്യോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? ഞാൻ പറഞ്ഞു മൊത്തം പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് 76:37:52 റേഷ്യോ. അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എന്താണോ, പ്രത്യേകിച്ച് ടൈമൊന്നും തന്നിട്ടില്ല എങ്കിൽ ആ സെയിം റേഷ്യോയിൽ തന്നെയാണ് പ്രോഫിറ്റും ഡിവൈഡ് ചെയ്യുന്നത്.
ദാറ്റ് മീൻസ് ഈ പ്രോഫിറ്റിന്റെ റേഷ്യോയുടെ സം എടുക്കുക. അത് എന്തിന്റെ റേഷ്യോ ആണ്? 3850 എന്നുള്ള ടോട്ടൽ പ്രോഫിറ്റിന്റെ റേഷ്യോ ആണ്. ഇതിന്റെ എല്ലാത്തിനെയും കൂടെ സം എടുക്കുമ്പോൾ 165 എന്ന് കിട്ടും. എത്ര കിട്ടൂടാ? 165. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഇതാ ഇവിടെ 165 ഉണ്ടല്ലേ. ആ 165 എന്ന് പറയുന്നത് എന്തിന്റെ റേഷ്യോ ആണ്? 3850ന്റെ റേഷ്യോ ആണ് അല്ലെ. അപ്പോ 165 റേഷ്യോ എന്ന് പറയുന്നത് 3850 ആണ്. ഓക്കെ, 3850ന്റെ റേഷ്യോ ആണ് 165. അങ്ങനെയാണ് എങ്കിൽ 15 റേഷ്യോയുടെ വാല്യൂ എത്രയാണ്? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 15 റേഷ്യോയുടെ വാല്യൂ എത്രയാണ്? അപ്പൊ 15 റേഷ്യോയുടെ വാല്യൂ എത്രയാണ്? ഇൻറ്റു 15. അപ്പൊ നമുക്ക് എത്ര കിട്ടൂടാ? 380 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ ഡി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ച എന്താണ്? നമുക്കിപ്പോ ഇൻവെസ്റ്റ്മെന്റ് പ്രത്യേകിച്ച് സമയമൊന്നും തന്നിട്ടില്ല എങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ അതേ റേഷ്യോ തന്നെയാണ് പ്രോഫിറ്റിനുമുള്ളത്. അപ്പൊ ആ കോൺസെപ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് നമ്മളതാണ് ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ റേഷ്യോ ഈസ് സ്മോളസ്റ്റ്? താഴെ തന്നിരിക്കുന്ന റേഷ്യോയിൽ ഏറ്റവും ചെറിയ റേഷ്യോ ഏതാണ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന റേഷ്യോയിൽ ഏറ്റവും ചെറിയ റേഷ്യോ ഏതാണ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. നമ്മളടുത്ത് ഒരു ക്വസ്റ്റ്യൻ ഇതാണ് വന്നിരിക്കുന്നത്. 3300 രൂപ പി ക്യു ആർ എന്നിവ ആൾക്കാർക്കിടയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് വന്നിരിക്കുന്നത്? പിക്ക് കിട്ടുന്നതിന്റെ 4 മടങ്ങ് ക്യൂവിന് കിട്ടുന്നതിന്റെ 7 മടങ്ങിന് തുല്യമാണ്. അത് എന്തിനു തുല്യമാണ്? 6ന്റെ 2 മടങ്ങിന് തുല്യമാണ്. അങ്ങനെയാണ് എങ്കിൽ 6ന്റെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഷെയർ കണ്ടുപിടിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് മൊത്തം നമുക്ക് 3300 രൂപയുണ്ട്. ആർക്കൊക്കെയിടയിലാണ്? പിക്കും അതേപോലെ തന്നെ ക്യൂവിനും അതേപോലെ തന്നെ ആറിനും ഇടയിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്? പിയുടെ 4 മടങ്ങെന്ന് പറയുന്നത് ക്യൂവിന്റെ 7 മടങ്ങിന് തുല്യമാണ്. അത് എന്തിന് ഈക്വലാണ്? 6ന്റെ 2 മടങ്ങിന് തുല്യമാണ്. അപ്പൊ നമുക്ക് ഈ ഡിവൈഡ് ചെയ്യുന്നത് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പി ഈസ് ടു ക്യൂ ഈസ് ടു ആർ എന്ന് പറയുന്ന റേഷ്യോ നമുക്ക് വേണം. അതെങ്ങനെയാണ് കിട്ടുന്നത്? നമുക്ക് ആദ്യം പിയുടെ റേഷ്യോ നോക്കാം. പിയുടെ റേഷ്യോ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ അങ്ങ് നമ്മൾ മറന്നേക്കുക. പിന്നെ ഏതൊക്കെയുള്ളത്? 7 ക്യൂവും ഉണ്ട്, 2 ആറും ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടത് എന്താണ്? പിയുടെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പി ഒഴിച്ചു നിർത്തിയിട്ട് ക്യൂവിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഏതാണ്? 7. ആറിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന ഏതാണ്? 2. അപ്പം 7 × 2 = 2. അതേപോലെ തന്നെ ക്യൂവിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ക്യൂവിനെ അങ്ങ് മറന്നേക്കുക. പിന്നെ പിയുടെ ഇപ്പുറത്ത് കിടക്കുന്നത് 4 ഇൻറ്റു ആറിന്റെ അപ്പുറത്ത് കിടക്കുന്നത് 2 = 2. ഇനി എന്താണ്? ആറിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ആറിനെ മൊത്തത്തിൽ മറന്നേക്കുക. പി 4 ക്യൂ 7 പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. ഒരു ത്രൂ ഔട്ട് ഞാനൊരു 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ക്യാൻസൽ ആയി പോവും, ഈ 2 ക്യാൻസൽ ആയി പോവും, ഇത് ക്യാൻസൽ ആയിട്ട് 2 വരും അല്ലെ. അപ്പം ആദ്യത്തത് 7:4:2 പിന്നെന്താണ് വരുന്നത്? 2 × 7 എത്രയാണ്? 14 എന്ന് വരും അല്ലെ. അപ്പൊ 7:4:14 എന്ന് നമുക്ക് കിട്ടും. എത്രയാണ് മക്കളെ കിട്ടുന്നത്? 7:4:14 എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? അതിനകത്ത് 6ന്റെ ഷെയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏതിന്റെ ഷെയർ ആണ് മക്കളെ കണ്ടുപിടിക്കേണ്ടത്? 6ന്റെ ഷെയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ ഷെയർ ഓഫ് 6 എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 6ന്റെ ഷെയർ എത്രയാണ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മൊത്തം 3300 രൂപ. അത് ഡിവൈഡ് ചെയ്തേക്കുന്ന റേഷ്യോ 7:4:14. അത് കണ്ടുപിടിക്കേണ്ടത് 6ന്റെ ഷെയർ ആയിട്ടുള്ള 14 റേഷ്യോയുടെ വാല്യൂ. എങ്ങനെയാ? ഇത് 3ഉം കൂടെ കൂട്ടുമ്പോൾ 7ഉം 4ഉം എത്രയാണ്? 11. 11ഉം 14ഉം 25. അപ്പൊ 25 റേഷ്യോ എന്ന് പറയുന്നത് 3300 തുല്യമാണ്. അങ്ങനെയാണ് എങ്കിൽ 14 എത്രന് തുല്യമാണ്? അങ്ങനെയാണ് എങ്കിൽ 14 എത്രന് തുല്യമാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മക്കളേതാ ഇവിടെ ശ്രദ്ധിക്കുക.
ഇതും കൂടെ ക്യാൻസൽ ആകുമ്പോൾ 132 എന്ന് കിട്ടും. 132 × 14 1848 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ അതേ മോഡൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 5500 രൂപയാണ്. ആർക്കൊക്കെയാണ്? PQR. 6 times of P is equal to 3 times of Q which is equal to 8 times of R. ഷെയർ ഓഫ് R കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൊത്തം 5400 രൂപ. 6 times P എന്ന് പറയുന്നത് 3 times Q which is equal to 8 times of R. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ് മക്കളെ? P is to Q is to R ആണ്. P is to Q is to R. പിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് Q മാർക്ക് കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 3 × 8 is to Qന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 6 8 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 8 is to Rന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ 6 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 3 which is equal to ഇവിടെ 24 കിട്ടും. ഇവിടെ എത്ര കിട്ടും? ഇവിടെ 48 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 18 കിട്ടും അല്ലെ. ത്രൂ ഔട്ട് ഞാൻ ഒരു 6 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ, ത്രൂ ഔട്ട് ഞാനൊരു 6 വെച്ചങ്ങ് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? 4 is to ഇവിടെ എത്ര കിട്ടൂടെ? 8 is to ഇവിടെ എത്ര കിട്ടൂടെ? 3 കിട്ടും അല്ലെ. അപ്പോൾ 4 is to 8 is to 3 എന്ന് കിട്ടി. മൊത്തം 5400 രൂപ. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെത് എത്രയാണ്? ആ 3 റേഷ്യോയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തം എല്ലാം കൂടെ കൂട്ടുമ്പം എത്ര കിട്ടൂടാ? 15 റേഷ്യോ. 15 റേഷ്യോയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 5400 ആണ് അല്ലെ. അപ്പോൾ 15 റേഷ്യോയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 5400 ആണ്. അങ്ങനെയാണ് എങ്കിൽ ആറിന്റെ റേഷ്യോ ആയിട്ടുള്ള 3 റേഷ്യോയുടെ വാല്യൂ എത്രയാണ്? ഓക്കെ, ആറിന്റെ റേഷ്യോ ഇത് എത്രയാണ്? അപ്പം ഇത് നമ്മുടെ ക്യാൻസൽ ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം എത്രയാണ് മക്കളെ നമുക്ക് കിട്ടുന്നത്? 360 ആണ് അല്ലെ. 360 × 3 1080 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ ഡി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ അടുത്ത നമ്മളത് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഇഫ് ദ തേർഡ് പ്രൊപ്പോർഷണൽ ഓഫ് 12 ആൻഡ് 24bx then what is the value of x എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാൻ പോകുന്നത് എന്താണ് തേർഡ് പ്രൊപ്പോർഷണലിന്റെ കോൺസെപ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ മക്കളെ, അതായത് ശ്രദ്ധിക്കുക. തേർഡ് പ്രൊപ്പോർഷണലിന്റെ കോൺസെപ്റ്റ് ഇതായിട്ടേ ഉള്ളൂ. രണ്ട് നമ്പേഴ്സ് എ ബി എന്നീ രണ്ട് നമ്പേഴ്സിന്റെ തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് എക്സ് ആണ് എങ്കിൽ, എ ബി എന്നീ പറയുന്ന രണ്ട് നമ്പേഴ്സിന്റെ തേർഡ് പ്രൊപ്പോർഷണൽ എക്സ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ വേണ്ട എക്സിന് പകരം നമുക്ക് സി ആണ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു ബി ഈസ് ടു സി എന്ന് എഴുതാം. എ ഈസ് ടു ബി ഈസ് ഈക്വൽ ടു ബി ഈസ് ടു സി. അങ്ങനെയാണ് എങ്കിൽ ആ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ബിയും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ എ ചെയ്യുക. എന്ത് ചെയ്യുക? ബിയും കൂടെ ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ എ ചെയ്യുക. വളരെ ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് നമ്പേഴ്സ് ഉണ്ട് 12ഉം 24. ആ എടുക്കുന്ന തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ എടുക്കുക. ഈ രണ്ട് നമ്പേഴ്സിന്റെയും തേർഡ് പ്രൊപ്പോർഷണൽ ആണ് എക്സ്. അങ്ങനെയാണ് എങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ആ 24നെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ 12 ആദ്യത്തെ നമ്പർ. ഇത് കൂടെ ക്യാൻസൽ ആകുമ്പോൾ 2 × 24 48 എന്ന് പറയും. ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ ഡി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ മക്കളെ, ഇവിടെ ശ്രദ്ധിക്കുക. The ratio of number of girls and boys participating in a sports of school is 1:5. അതായത് ഒരു സ്കൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എന്ന് പറയുന്നത്, എണ്ണത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:5 ആണ്. അതായത് ഒരു പെൺകുട്ടി മത്സരിക്കുമ്പോൾ അവിടെ 5 ആൺകുട്ടികൾ മത്സരിക്കുന്നു. നമ്പർ ഓഫ് ഗേൾസ് 239 ആണ് എങ്കിൽ നമ്പർ ഓഫ് ബോയ്സ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഗെയിം എത്രയാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബോയ്സിന്റെ എണ്ണം എത്രയാണ് എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ഇവിടെ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. ഗേൾസും ഉണ്ട്, ബോയ്സും ഉണ്ട്. ഗേൾസിന്റെയും ബോയ്സിന്റെയും നമ്പേഴ്സിന്റെ റേഷ്യോ 1:5 ആണ്.
ഇനി പറഞ്ഞിട്ടുണ്ട് ഗേൾസിന്റെ എണ്ണം 239. അതായത് 1 റേഷ്യോയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 239 ആണ്. അങ്ങനെയാണ് എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് 5 റേഷ്യോയുടെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം 1 റേഷ്യോയുടെ വാല്യൂ 239 ആണ് എങ്കിൽ 5 റേഷ്യോയുടെ വാല്യൂ എത്രയാണ്? 5 × 239 എത്ര കിട്ടൂടാ? 1195 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് ഈ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോ ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇഫ് ദ മീൻ പ്രൊപ്പോർഷണൽ ഓഫ് P and 100 is 50. അങ്ങനെയാണ് എങ്കിൽ പിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു നമ്പറിന്റെ മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന ഒരു നമ്പറിന്റെയും അതേപോലെ തന്നെ 100 എന്ന് പറയുന്ന മറ്റൊരു നമ്പറിന്റെയും മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത് 50 ആണ് എങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം മീൻ പ്രൊപ്പോർഷണൽ എന്താണ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് നോക്കുന്നത്. നമ്മളെ 2 നമ്പേഴ്സ് ഉണ്ട് എ ബി. ഈ 2 നമ്പേഴ്സിന്റെയും മീൻ പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ 2 നമ്പേഴ്സിനെയും കൂടെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക, റൂട്ട് എടുക്കുക. 2 നമ്പറിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, റൂട്ട് എടുക്കുക. അപ്പൊ എന്തുവാണ് 2 നമ്പർ പിയും 100. അപ്പൊ അതിന്റെ മീൻ പ്രൊപ്പോർഷണൽ കണ്ടുപിടിക്കാൻ ആദ്യം അതിനെ 2നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, റൂട്ട് എടുക്കുക. അത് എത്ര കിട്ടി? 50 കിട്ടി അല്ലെ? അതെത്ര കിട്ടിയടാ? നമുക്ക് 50 കിട്ടി. അങ്ങനെയാണ് എങ്കിൽ പിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണോടെ? ഈ റൂട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ത്രൂ ഔട്ട് അങ്ങ് സ്ക്വയർ ചെയ്യുക അല്ലെ? അപ്പൊ പി × 100 ഈസ് ഈക്വൽ ടു 50 × 50 എന്ന് കിട്ടും. അതിൽ നിന്നും പിയുടെ വാല്യൂ 50 × 50 ഡിവൈഡഡ് ബൈ 100. 0 0 0 എല്ലാം കൂടെ അങ്ങ് വെട്ടിപ്പോകും. പിന്നെ 5 × 5 25 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ അടിപൊളി ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരമായിട്ട് പരീക്ഷകൾക്കൊക്കെ ചോദിച്ചു വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് A:B തന്നിട്ടുണ്ട്, 1:3, B:C തന്നിട്ടുണ്ട്, 4:5, C:D തന്നിട്ടുണ്ട്, 6:7. അങ്ങനെയാണ് എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് A:B:C:D ആണ്. ഓക്കെ മക്കളെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. A:B:C:D കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? A:B തന്നിട്ടുണ്ട് 1:3. ഇനി B:C തന്നിട്ടുണ്ട് 4:3. C:D തന്നിട്ടുണ്ട് 6:7. ഇവിടെ വേക്കന്റ് ആണ്, ഇവിടെ വേക്കന്റ് ആണ്, ഇവിടെ വേക്കന്റ് ആണ്, ഇവിടെ വേക്കന്റ് ആണ്, ഇവിടെ വേക്കന്റ് ആണ്. ആദ്യത്തെ കാര്യം നോക്കാം. കണ്ടുപിടിക്കേണ്ടത് A:B:C:D ആണ്. ഇവിടെ 2 വേക്കന്റ് ഉണ്ട് അല്ലെ? നോക്കിയപ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു 3 ഉണ്ട്, റൈറ്റിലോട്ട് ഒന്നുമില്ല. അപ്പൊ ഈ 3നെ എടുത്തത് ഇങ്ങോട്ട് എഴുതുക, വീണ്ടും ഇങ്ങോട്ടേക്ക് എഴുതുക. ഓക്കെ, വീണ്ടും ഇങ്ങോട്ടേക്ക് എഴുതുക. ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇവിടെ വേക്കന്റ് ആയിട്ട് കിടക്കുവാണ്, എന്നിട്ട് ലെഫ്റ്റിലോട്ട് ഒന്നുമില്ല. പക്ഷെ ഇവിടെ എന്താണ്? റൈറ്റിൽ ഒരു 4 ഉണ്ട് അല്ലെ? ആ 4നെ എടുത്ത് ഇങ്ങോട്ട് എഴുതുക. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു വേക്കന്റ്, റൈറ്റിൽ ഒന്നുമില്ല, ലെഫ്റ്റിൽ ഒരു 3. അപ്പൊ 3നെ എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതുക. ഇങ്ങനെ വന്നപ്പോൾ ആദ്യം 2 വേക്കന്റ്, പിന്നെ 6, 7. 6നെ എഴുതി ഇങ്ങോട്ട് എഴുതുക, 6നെ എഴുതി ഇങ്ങോട്ട് എഴുതുക. ഇനി എന്ത് ചെയ്യണം? ഇതിനെ എല്ലാത്തിനെയും കൂടെ എക്ക് താഴെ വരുന്ന എല്ലാത്തിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 4 × 6 24:2. 3 × 4 × 6 3 × 4 12, 12 × 6 എന്ന് പറയുന്നത് 72:2. 3 × 3 × 6 36:2. 3 × 3 × 7 9 × 7 എത്രയാണ് മക്കളെ? 9 × 7 എന്ന് പറയുന്നത് അത് 63 ആണ് അല്ലെ? 9 × 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 63. ത്രൂ ഔട്ട് നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഒരു 3 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 8, ഇവിടെ എന്ത് വരും? 24. ഇവിടെ എന്ത് വരും മക്കളെ? ഒരു 12:21. 8:24:12:21. അപ്പൊ ഇതിനകത്ത് വന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആണ്, ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് ആണ്. ഇവിടെ അങ്ങ് 12 ആക്കി കൊടുക്കുക. അപ്പൊ എത്ര കിട്ടൂടാ? 8:24:12:21 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 2 numbers are the ratio 2:4. 2 നമ്പേഴ്സിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 2:4 ആണ്.
ആദ്യത്തെ നമ്പർ 4 വെച്ച് ഇൻക്രീസ് ചെയ്തു, സെക്കൻഡ് നമ്പർ 14 ഡിക്രീസ് ചെയ്തു. Then the ratio become 8:5. The sum of original two numbers എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഞാനിത് രണ്ട് മെത്തേഡ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം ഒരു ഈസി മെത്തേഡ്, ആദ്യം അതിന്റെ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് പറഞ്ഞു തരാം, അതിനുശേഷം അതിന്റെ ഒരു ഈസി മെത്തേഡും ഞാൻ പറഞ്ഞു തരാം. രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 2:4 ആണ്. സോ ആ രണ്ട് നമ്പേഴ്സിനെയും ഞാൻ 2k എന്നും അതേപോലെ തന്നെ 4k എന്നും വിളിക്കുന്നു. കാരണം അതിന്റെ എന്താണ് HCF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം k എന്ന് പറയുന്ന HCF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2kയും 4kയും ആയി. ആദ്യത്തെ നമ്പർ 4 ഇൻക്രീസ് ചെയ്തു +4. രണ്ടാമത്തെ നമ്പർ 14 കുറഞ്ഞു, ഡിക്രീസ്ഡ് ബൈ 14 -14. അങ്ങനെ വന്നപ്പോൾ റേഷ്യോ എത്രയാടാ? 8:5 ആയല്ലേ? എത്രയായി? 8:5. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് k കണ്ടുപിടിക്കാൻ പരസ്പരം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10k + 20 is equal to 32k മൈനസ് എത്രയാണ് നമുക്ക് വരുന്നത്? 14 × 8 എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ് വരുന്നത്? 112 എന്ന് വരും അല്ലെ? എത്ര രൂപ? 112. ഇനി കെയുടെ ടേംസ് എല്ലാം കൂടെ ഒന്നിച്ചേക്ക് കൊണ്ടുവരുമ്പോൾ 32kയിൽ നിന്നും 10k മൈനസ് ചെയ്യുമ്പോൾ 22k വിച്ച് ഈസ് ഈക്വൽ ടു 112 പ്ലസ് എത്രയാണ്? 20. എത്ര കിട്ടൂടാ? 132 എന്ന് നമുക്ക് കിട്ടും. എത്ര കിട്ടും? 132 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണ് എങ്കിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടൂടാ? 132 ഡിവൈഡഡ് ബൈ 22 വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും. എത്ര കിട്ടൂടെ? കെയുടെ വാല്യൂ 6. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് സം ഓഫ് ടു നമ്പേഴ്സ് ആണ് അല്ലെ? സം ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ നമ്പർ 2 × കെയുടെ വാല്യൂ 6 വിച്ച് ഈസ് ഈക്വൽ ടു 12. രണ്ടാമത്തെ നമ്പർ 4k 4 × കെയുടെ വാല്യൂ 6 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടൂടാ? 24. ഇനി രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 36 കിട്ടും. ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ഇത്രയും വലിയ സ്റ്റെപ്പ് ഒന്നും എഴുതാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ആദ്യം ഉണ്ടായിരുന്ന നമ്പറിന്റെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 2:4. ഫസ്റ്റ് നമ്പറിന്റെ റേഷ്യോ എത്രയാണ്? 2:4. ആ റേഷ്യോ എത്രയായിട്ട് മാറി എന്നാണ് പറയുന്നത്? 8:5 ആയിട്ട് മാറി എന്നാണ് പറയുന്നത് അല്ലെ? ഇത് ഫസ്റ്റ് നമ്പറാണ്, ഇത് ഫസ്റ്റ് നമ്പർ, ഇത് സെക്കൻഡ് നമ്പർ. ഫസ്റ്റ് നമ്പറിന്റെ റേഷ്യോ 2 റേഷ്യോയിൽ നിന്നും എത്ര റേഷ്യോ ആയിട്ട് മാറി? 8 റേഷ്യോ ആയിട്ട് മാറി. എങ്ങനെയാണ് ആ 8 റേഷ്യോ ആയിട്ട് മാറിയത്? അതിൻ്റെ അകത്തിൽ എന്ത് ആഡ് ചെയ്തു? ഒരു 4 അതിന്റെ കൂടെ ആഡ് ചെയ്തു അല്ലെ? അതുകൊണ്ട് +4. ഇനി 4 റേഷ്യോ 5 റേഷ്യോ ആയിട്ട് മാറി. എങ്ങനെയാണ്? 14 അതിനകത്തിൽ നിന്നും കുറച്ചപ്പോൾ -14. ഇനി എന്ത് ചെയ്യുക? ഇതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇത്രയേ ഉള്ളൂ. ഈ 5 കൊണ്ട് 2k മൾട്ടിപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ ഇവിടെ 5 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്തു 10. ഇനി 8 കൊണ്ട് 4നെ മൾട്ടിപ്ലൈ ചെയ്തു, കാരണം ഇവിടെ 4k കൊണ്ട് 8നെ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ലേ? ആ സെയിം തന്നെ 32. അതേപോലെ തന്നെ ഈ 5 കൊണ്ട് +4നെ മൾട്ടിപ്ലൈ ചെയ്തു. ഏതാടാ? ഈ 5 കൊണ്ട് +4. അപ്പൊ എത്ര കിട്ടും? 20. പിന്നെന്താണ്? ഈ -8 കൊണ്ട് -14നെ, 8 കൊണ്ട് -14നെ, അപ്പൊ എത്ര കിട്ടൂടാ? -112. ഇനി എന്ത് ചെയ്യുക? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക 22. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക എന്താണ്? 112 -112ഉം 20 തമ്മിലുള്ള ഡിഫറൻസ് എത്ര കിട്ടൂടാ? 132. അതായത് 22 റേഷ്യോയുടെ വാല്യൂ എന്ന് പറയുന്നത് 132. 22 റേഷ്യോയുടെ വാല്യൂ 132. 1 റേഷ്യോയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? അത് 6 എന്ന് കിട്ടും. അപ്പം നമ്മൾ ആ റേഷ്യോ എവിടെ ഇട്ട് കൊടുക്കണം? ആദ്യം എഴുതിയ ഈ വാല്യൂ എവിടെ ഇട്ട് കൊടുക്കണം? ആദ്യം എഴുതിയതിനകത്ത്. സോ നമ്പേഴ്സ് എത്രയൊക്കെ കിട്ടും? 2 × 6 12, 4 × 6 24. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടാ? 36 കിട്ടും. ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് മക്കളെ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ചോദ്യം ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. എ ഫാദേഴ്സ് ഏജ് ഈസ് 7 times ദാറ്റ് ഓഫ് ഹിസ് സൺസ് ഏജ്. ഒരു അച്ഛന്റെ ഏജ് സണ്ണിന്റെ ഏജിന്റെ എത്ര മടങ്ങാണ്? 7 മടങ്ങാണ്. 3 കൊല്ലം 3 years ഫ്രം നൗ, അതായത് ഇപ്പോഴത്തെ ഏജ് കഴിഞ്ഞ് ഒരു 3 കൊല്ലവും കൂടെ കഴിയുമ്പോൾ ഏജ് ഓഫ് ഫാദർ വിൽ ബി 5 times ദാറ്റ് ഓഫ് സൺ. അച്ഛന്റെ ഏജ് എന്ന് പറയുന്നത് മകന്റെ ഏജിന്റെ 5 മടങ്ങാകും. ഹൗ മെനി ഇയേഴ്സ് ആഫ്റ്റർ
will their combined age be 58 years? അങ്ങനെ എത്ര കൊല്ലങ്ങൾക്ക് ശേഷമാണ് അവരുടെ രണ്ടുപേരുടെയും കൂടെ ഏജ് 58 വയസ്സാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത ആ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെ ചെയ്യാം. അപ്പോ ആരൊക്കെയുണ്ട്? ഫാദറുമുണ്ട്, അതേപോലെ തന്നെ സണ്ണുമുണ്ട്. മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക, അച്ഛന്റെ ഏജ് മകന്റെ ഏജിന്റെ 7 മടങ്ങാണ്. അതായത് ഇപ്പോഴത്തെ പ്രസന്റ് കേസാണ് പറയുന്നത്. മകന്റെ വയസ്സ് 1 എങ്കിൽ അച്ഛന്റെ വയസ്സ് എത്രയാടാ? അതിന്റെ 7 ഇരട്ടി. ഇനി എന്താണ് 3 years from now, അതായത് 3 കൊല്ലങ്ങൾക്ക് ശേഷം അച്ഛന്റെ ഏജ് എന്ന് പറയുന്നത് മകന്റെ ഏജിന്റെ 5 ഇരട്ടിയാണ്. അതായത് മകന്റെ ഏജ് 1 ആണെങ്കിൽ അച്ഛന്റെ ഏജ് 5 ആണ്. അതായത് ഈ 7 റേഷ്യോയിൽ നിന്നും 5 റേഷ്യോയും ഈ 1 റേഷ്യോയിൽ നിന്നും വീണ്ടും ആ 1 റേഷ്യോയിലേക്ക് മാറിയത് എത്ര കൊല്ലത്തെ ഗ്യാപ്പ് കൊണ്ടാണ്? ഒരു 3 കൊല്ലത്തെ ഗ്യാപ്പ് എടുത്തിട്ടാണ് അല്ലെ. എത്ര കൊല്ലത്തെയാടാ? 3 കൊല്ലത്തെ. അപ്പൊ 3 അവിടേക്ക് എഴുതുക. ഇനി എന്ത് ചെയ്യുക? ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 7, ഇത് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 5, ഡിഫറൻസ് എടുക്കുക 2, ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക 3, ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക 15, ഡിഫറൻസ് എടുക്കുക 12 അല്ലെ. അപ്പൊ 2 റേഷ്യോയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 12, 2 റേഷ്യോയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 12, 1 റേഷ്യോയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6. അങ്ങനെയാണ് എങ്കിൽ മക്കളേതാ ഇവിടെ ശ്രദ്ധിച്ചേ, അങ്ങനെയാണ് എങ്കിൽ അച്ഛന്റെയും മകന്റെയും ഇപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത്, സണ്ണിന്റെ ഏജ് 1 റേഷ്യോ എത്ര തന്നെയാണ്? 6 തന്നെയാണ്. ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 7 × 6 എത്ര കിട്ടൂടാ? 48 കിട്ടും അല്ലെ. ഇനി നമ്മളത് ചോദിച്ചേക്കുന്നത് ഇപ്പോഴത്തെ രണ്ടുപേരുടെയും കൂടെ കമ്പൈൻഡ് ഏജ് എടുക്കുമ്പോൾ എത്രയാടാ? 54 വയസ്സ് എന്ന് കിട്ടും. എത്ര കിട്ടൂടാ? 54 വയസ്സ്. അങ്ങനെയാണ് എങ്കിൽ എത്ര കൊല്ലങ്ങൾക്ക് ശേഷമാണ് കമ്പൈൻഡ് ഏജ് 58 ആകുന്നത്? 54 നിന്നും 58 പോകാൻ മൊത്തം എത്ര കൊല്ലം, എത്ര വയസ്സ് കൂടണം? 4 വയസ്സ്. അതായത് ഓരോരുത്തർക്കും 2 പേർക്കും കൂടെ മൊത്തത്തിൽ ചേർന്ന് 4 വയസ്സ്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര വയസ്സ്? 2 വയസ്സ് വീതം കൂടണം. ദാറ്റ് മീൻസ് എത്ര കൊല്ലം എടുക്കൂടാ? 2 കൊല്ലം എടുക്കും എന്നർത്ഥം. എത്ര കൊല്ലം എടുക്കും? 2 കൊല്ലം എടുക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? പക്കയാണോ? ഡൗട്ടും? അപ്പൊ ഇത്രയും അതാണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ കോൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റേഷ്യോ ഓഫ് പ്രസന്റ് ഏജസ് ഓഫ് മൻമോഹൻ ആൻഡ് ഹിസ് വൈഫ് മൻപ്രീത് ഈസ് 7:6. After 6 years, ratio of their ages will be 8:7. If at the time of their marriage, ratio of their age is 4:3, then how many years ago from now did they get married എന്നാണ് ചോദിച്ചത്. അതായത് ഇപ്പോൾ മൻമോഹന്റെയും പുള്ളിക്കാരന്റെ കെട്ടിയോള് മൻപ്രീതിന്റെയും ഏജസിന്റെ റേഷ്യോ 7:6 ആണ്. അതായത് മൻമോഹനുമുണ്ട് മൻപ്രീതുമുണ്ട്. ഇവരുടെ ഇപ്പോഴത്തെ ഏജസിന്റെ റേഷ്യോ 6:7 ആണ്. ഇനി 6 കൊല്ലങ്ങൾക്ക് ശേഷം അവയുടെ ഏജസിന്റെ റേഷ്യോ എത്രയാടാ? 8:7. എങ്ങനെയാണ് ആ 8:7 ആയി മാറുന്നത്? ഓരോരുത്തർക്കും 6 വയസ്സ് വീതം കൂടി. എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 49, ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക 48, ഡിഫറൻസ് എടുക്കുക 1. ഡിഫറൻസ് എടുക്കുക എത്രയാണ്? 1. അപ്പോ ഡിഫറൻസ് 1 റേഷ്യോ കിട്ടി അല്ലെ. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടും? 42. ഇതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക 48, ഡിഫറൻസ് എടുക്കുക 6. ദാറ്റ് ഈസ് 1 റേഷ്യോയുടെ വാല്യൂ എത്ര കിട്ടി? 6. Therefore മൻമോഹന്റെ ഇപ്പോഴത്തെ ഏജ് 7 × 6 എത്രയാടി? 7 × 6 എന്ന് പറയുന്നത് 42. മൻപ്രീതിന്റെ ഇപ്പോഴത്തെ ഏജ് 6 × 6 which is equal to 36. നമ്മളത് ചോദിച്ചിരിക്കുന്ന ചോദ്യം എത്ര കൊല്ലങ്ങൾക്ക് ശേഷമാണ് അവരുടെ ഏജസിന്റെ റേഷ്യോ 4:3 ആകുന്നത്. അതായത് എന്താണ്? 42ഉം 36ഉമാണ് ഇപ്പോൾ അവിടുത്തെ ഏജ്. അതിന്റെ കൂടെ ഏതോ ഒരു കെയും കൂടെ കൂട്ടിയപ്പോൾ ആ റേഷ്യോ എത്രയായി? 4:3 ആയി. അങ്ങനെയാണ് എങ്കിൽ അത് ഏതാണ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ അതിൽ ഇതിനകത്ത് ഏതാണ് അതിന്റെ ആ ഒരു വാല്യൂ വരുന്നതെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്.
നമ്മളത് ഇവിടെ ശ്രദ്ധിക്കുക. ഇത് ചെയ്യാണ്ടെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ ആയിട്ട് നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? കെയ്ക്ക് ഓരോ വാല്യൂസ് കൊടുക്കുക. കെയ്ക്ക് 13 കൊടുക്കുമ്പോഴത്തേക്ക് 42 + 13 55 ഡിവൈഡഡ് ബൈ 36 + 13 എത്രയാണ്? 49. ഒരിക്കലും 4:3 വരത്തില്ല. അപ്പോൾ ഇതല്ല. 18 ആഡ് ചെയ്യുമ്പോഴത്തേക്കോ 42 + 18 എത്ര കിട്ടും? 60 ഡിവൈഡഡ് ബൈ 36 + 18 36ഉം 10ഉം 46 46ഉം 8ഉം എത്രയാണ് വരുന്നത്? 54 വരും അല്ലെ? എത്ര വരും മക്കളെ? അത് 46 54 വരും അല്ലെ? 54. ഓക്കെ. അപ്പം ഒരു 6 വെച്ച് നമ്മൾ ക്യാൻസൽ ചെയ്യുവാണെങ്കിലും 10/9 വരുന്നുള്ളൂ. അപ്പോൾ 18 വന്നു. പിന്നെ വരുന്നതാണ് 16 ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ് നമുക്ക് വരുന്നത്? 58 ഡിവൈഡഡ് ബൈ 36 + 10 46ഉം 8ഉം 54 എന്ന് വരും. ഓക്കെ. എത്ര വരൂടാ? 54 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എഗെയിൻ ആ ഒരു വാല്യൂ അല്ല വരുന്നത്. പിന്നുള്ള ആൻസർ ഏതാണ്? 17 ആണ്. സോ എത്രയാണ് ആഡ് ചെയ്യേണ്ടത്? 17 ആണ് നമ്മളവിടെ ആഡ് ചെയ്യേണ്ടത്. എത്രയാണ് മക്കളെ ആഡ് ചെയ്യേണ്ടത്? നമുക്കവിടെ 17 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഇവിടെ ശ്രദ്ധിക്കുക. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് 144:k is equal to k:36. അങ്ങനെയാണെങ്കിൽ k-1ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ ആണ്. എന്താണ് ചെയ്യേണ്ടത്? 144/k is equal to k divided by 36. Therefore cross multiply ചെയ്യുമ്പോൾ k² is equal to 144 into 36. k യുടെ വാല്യൂ എന്ന് പറയുന്നത് √144 into 36. ദാറ്റ് ഈസ് ഇവിടെ 12 into 6 which is equal to 72 എന്ന് കിട്ടും. കണ്ടുപിടിക്കേണ്ടത് k-1 that is 72 - 1 which is equal to 71. ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ നമ്പർ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ആൻഡ് ഏജസുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. 1 year ago the ratio of ages of Sara and Diti was 3:4 respectively. 4 years hence, അതായത് ഇപ്പോഴത്തെ ഏജ് കഴിഞ്ഞ് വീണ്ടും ഒരു 4 വർഷം കഴിയുമ്പോൾ റേഷ്യോ 4:5 ആയിട്ട് മാറും. പ്രസന്റ് ഏജ് ഓഫ് സാറയാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇവിടെ ചോദിക്കുക, സാറായുമുണ്ട് ദീപ്തിയുമുണ്ട്. പ്രസന്റ് ഏജ് നമുക്കറിയില്ല. എന്നാൽ 1 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏജസിന്റെ റേഷ്യോ 3:4 ആയിരുന്നു. വീണ്ടും ഒരു 4 കൊല്ലവും കൂടെ കഴിഞ്ഞപ്പോൾ ഏജസിന്റെ റേഷ്യോ അത് 4:5 ആയി. അപ്പം 3:4 നിന്നും 4:5 ആയിട്ട് മാറി. എങ്ങനെയാ? ഇങ്ങോട്ടേക്ക് ഒരു 1, ഇങ്ങോട്ടേക്ക് ഒരു 4, മൊത്തം അങ്ങനെ 5 കൊല്ലത്തെ ഡിഫറൻസ് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15, 4 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16, 5 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25, 5 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20. ഡിഫറൻസ് എടുക്കുമ്പോൾ 1, ഡിഫറൻസ് എടുക്കുമ്പോൾ 5. അതായത് 1 റേഷ്യോയുടെ വാല്യൂ 5 എന്ന് കിട്ടും. അങ്ങനെയാണ് എങ്കിൽ അവരുടെ 1 കൊല്ലം മുമ്പുള്ള ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ഇപ്പോഴും നമ്മൾ ആദ്യം എടുക്കുന്ന റേഷ്യോയിൽ വേണം ഈ 1 റേഷ്യോയുടെ വാല്യൂ ഇട്ട് കൊടുക്കാൻ. 5 × 3 എത്രയാടേ? 15. 5 × 4 എത്രയാ? 20. ചോദിച്ചിരിക്കുന്നത് സാറയുടെ ഇപ്പോഴത്തെ ഏജ് ആണ്, അതായത് 1 കൊല്ലത്തിന് ശേഷം. അപ്പൊ എത്രയാ? 15 + 1 16 ഇയേഴ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ആ കോൺസെപ്റ്റ് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഇസ് ദ മെയിൻ പ്രപ്പോർഷൻ ബിറ്റ്വീൻ 0.6 ആൻഡ് 24? ഇതിന്റെ മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ നമുക്കറിയാം മീൻ പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് 0.6 × 24 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 6 × 24 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം അല്ലെ? 0.06 ആണ്. അപ്പം 0.06 6/100 എന്ന് എഴുതാം. 100ന്റെ റൂട്ട് എടുക്കുമ്പോൾ 10. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 × 2 × 12. 6 × 2 12, 12 × 12, അതായത് 12 പുറത്തേക്ക് വരും. വിച്ച് ഈസ് ഈക്വൽ ടു 1.2 എന്ന് വരും. ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എത്രയാണ്? ഓപ്ഷൻ നമ്പർ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത്രയുമാണ് നമുക്ക് റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ വർഷം ചോദിച്ച ചോദ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ നമുക്ക് പഠിക്കുക. ബാക്കിയുള്ള മസ്റ്റ് ക്ലാസ്സുകളുമായിട്ട് നമുക്ക് ഇനി ഫ്രണ്ടിലേക്ക് വരാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.